സന്തോഷം. I joyfully today to again greet you this
നമുക്ക് കർത്താവിനെ ഒരുമിച്ച് ആരാധിപ്പാനും ദൈവത്തെ സ്തുതിപ്പാനും ഒക്കെ ദൈവം ചെയ്ത നന്മകൾക്കായി ദൈവത്തെ മഹത്വപ്പെടുത്താം. And praise God for giving us this opportunity this Sunday morning to come together. അനുഗ്രഹീതമായ ചിന്തകള്, പാട്ടുകള്, സ്തോത്രങ്ങളൊക്കെ നമുക്ക് ഒരുമിച്ച് നൽകിയ ദൈവത്തിന് എല്ലാം മഹത്വം. Glorify God for all the beautiful songs, the thoughts concerning worship that we had to sing. നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും ക്രിസ്തുവിനുള്ള ആദരവിനും ഒക്കെ ദൈവനാമത്തിൽ നന്ദി പറയുന്നു. Also thank you all for showing the love and hospitality to me. കഴിഞ്ഞ ദിവസം നമ്മൾ 3 സെഷൻസിലായിട്ട് ഓർത്ത വിഷയം തന്നെ നമ്മൾ തുടരുകയാണ്. We'll continue the same thought that we had in the last 3 sessions yesterday. അത് തീർക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയല്ല, എന്നാൽ ദൈവം തരുന്നത് പറഞ്ഞ് അവസാനിപ്പിക്കും. But what God has laid upon my heart, I want to bring it to you. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നിന്നാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. We have been looking at from Hebrews chapter 10. അതിന്റെ 24-25 വാക്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. We'll read again Hebrews chapter 10 verses 24 and 25. ആദ്യം മലയാളത്തിൽ വായിക്കട്ടെ, സെക്ഷൻ അച്ഛൻ വായിക്കുന്നതാണ്. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാം സമീപിക്കുന്നത് കാണുന്തോറും അത് അധികമായി ചെയ്യേണ്ടതാണ്. Hebrews chapter 10 verses 24 and 25. And let us consider one another in order to stir up love and good works, not forsaking the assembling of ourselves together, as is the manner of some, but exhorting one another, and so much the more as you see the day approaching. അതിൽ നമ്മൾ എടുത്ത വിഷയം എന്ന് പറയുന്നത് സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത് എന്നുള്ളതാണ്. And the topic that we have been concerning through these 2 verses is the topic of not forsaking the assembling of ourselves. വിശദമായിട്ട് പോകുന്നില്ലെങ്കിലും ഞാൻ ഇന്നലെ ഇല്ലാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു അല്പ കാര്യങ്ങളൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. Not going into too much of depth, but I will summarize what we mentioned yesterday. സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച മാത്രം വരണമെന്നല്ല. The thought behind not forsaking the assembly is not just mentioning our gathering together on a Sunday morning. ഏതൊക്കെയാണ് യോഗങ്ങളെന്ന് പ്രവർത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 42-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഓർത്തു. We looked at Acts chapter 2 verse 42 concerning what are these meetings of the church. അത് ഒന്നാമതായിട്ട് അപ്പോസ്തലന്മാർ ഉപദേശം കേൾക്കുക, അതായത് ബൈബിൾ സ്റ്റഡിയാണ്. First is the Bible study, which is referred to in verse 42 as continuing steadfastly in apostles' doctrine. 2 നാം ഓർത്തതുപോലെ കൂട്ടായ്മ ആചരിച്ചു ഫെലോഷിപ്പ് വർദ്ധിപ്പിക്കുന്ന യോഗങ്ങൾ. And second is the fellowship meetings. അത് ഏതൊക്കെയാണ് നമുക്കറിയാം. ഭവന യോഗങ്ങളുണ്ട്. What are these meetings? There is cottage meetings. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടേതായിട്ടുണ്ട്. Sunday school for the children. പ്രാദേശിക സഭ ക്രമീകരിക്കുന്ന സഹോദരിമാരുടെ യോഗമുണ്ട്, സഹോദരന്മാരുടെ യോഗമുണ്ട്. Then there are sisters meeting and the brothers meeting in the church. ഇങ്ങനെയുള്ള തമ്മിലുള്ള ആത്മീയ സ്നേഹം വർദ്ധിക്കുന്ന കൂട്ടായ്മ യോഗങ്ങൾ. These are the meetings where the objective is to the love may grow among the members. മൂന്നാമതായിട്ട് അപ്പം നുറുക്കുക, കർത്താവിനെ ആരാധിക്കുന്നതിന്റെ ഏറ്റവും മനോഹരമായ ചിത്രം. The third meeting is the breaking of bread, which is a worship meeting. നാലാമതായിട്ട് പ്രാർത്ഥനാ യോഗമാണ്. And the fourth is a prayer meeting. നമുക്കൊരു തെറ്റായ ചിന്താഗതിയുണ്ട്, നമ്മുടെ മധ്യത്തിൽ കാണുന്ന ഒരു കുഴപ്പമുണ്ട്. There is one false thought that we have. ദൈവത്തിന്റെ വചനത്തോട് ഒരു ശകലം പോലും കൂട്ടാനും കുറയ്ക്കാനും ആഗ്രഹിക്കുന്നില്ല. അത് അങ്ങനെ തന്നെ പറയേണ്ടതാണ്. I neither want to add nor reduce anything that is in the scripture. അതായത് നാം സാധാരണ ചിന്തിക്കുന്നത് ആരാധനയോടെ എല്ലാമായി എന്നാ. What we usually think is that if we come to a worship meeting, that's the end in all. ചില നാളുകൾക്ക് മുൻപ് ഞാൻ മറ്റൊരു സ്ഥലത്ത് ഇവിടെ എനിക്കറിയില്ല, ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ അങ്ങനെയാണെങ്കിൽ തെറ്റാണ്, അത് തിരുത്തിക്കണം. I'm coming here for the first time, but I saw a wrong practice in one of the other churches. If it is here, it is good that if you come. ദൈവസന്നിധിയിൽ റീസണബിൾ എന്ന ദൈവത്തിന് തോന്നാത്തൊരു റീസൺ കൊണ്ട് ദൈവം മുൻപാകെ വരാതിരുന്നാൽ കോമ്പൻസേഷൻ വളരെ വലുതായിരിക്കും. If you forsake any meeting of the church without a reasonable excuse or reasonable reason in front of God, there will be consequences. ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോ ആ സ്പെഷ്യൽ മീറ്റിംഗ്സിനെല്ലാം കുറച്ച് പേര്. When I went to a place for the special meeting, there were very few people. എന്നാൽ ഞായറാഴ്ച ഏതാണ്ട് 100-ലധികമാണ്. But on a Sunday there were more than 100 people. അപ്പോൾ അവിടുത്തെ ശുശ്രൂഷകന്മാർ കണ്ണ് നിറഞ്ഞു പറഞ്ഞൊരു കാര്യമുണ്ട്. The servants of God with tears in their eyes said like this. ബ്രദറെ, എത്ര പറഞ്ഞാലും ഒരു മീറ്റിംഗിനും ഇവരാരും വരികയില്ല. They said like this that no matter how much we ask them, they will not come for any other meeting. അത് ദൈവത്തോടുള്ള കടുത്ത മത്സരമായിട്ടാണ് വേദപുസ്തകം
വേദപുസ്തകം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുക. Scripture teaches us that is the result of hardening of the heart and wrestling against God. അതെന്തുകൊണ്ടാണ് നമ്മൾ പിന്നീട് ചിന്തിച്ചു, അത് ഞാൻ പിന്നെ ഒന്ന് പറയുന്നതാണ്. We thought about the reasons for that yesterday and we'll summarize it again. ഒരു സ്ഥലം സഭയുടെ രണ്ട് ചിറകുകളാണ് പ്രാർത്ഥനാ മീറ്റിംഗുകളും വചന പഠനവും എന്ന് പറയുന്നത്. There are, as the bird has two wings, the two wings of a church is the prayer meeting and the Bible study. പിശാച് ആഗ്രഹിക്കുന്നത് രണ്ടും വിശ്വാസികൾ പോകരുതെന്നാണ്. And the Satan desires that the children of God do not go to these meetings. നമുക്കറിയാം ഏറ്റവും പൊതുവെ കുറവുള്ള രണ്ട് മീറ്റിങ്ങുകൾക്കാണ്. And we know that in general these two meetings are the least attended. എന്താ പ്രാർത്ഥനയ്ക്ക് വരാത്തത്? Why don't people come to the prayer meeting? നമ്മൾ ഇന്നലെ ഒരു കാര്യം ഓർത്തു. We looked about some reasons. പല കാര്യങ്ങൾ. ഒന്ന്, അത് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള പിശാചിനോടുള്ള ഒരു പോരാട്ടക്കളത്തിലാണ്. We looked at prayer meeting as offensive against Satan, which is a fight face to face against him. അത് ദൈവസന്നിധിയിൽ സമർപ്പണവും വിശുദ്ധ ജീവിതവും ഒക്കെ ഉള്ളവർക്കാണ് പ്രാർത്ഥനാ മീറ്റിംഗിൽ പങ്കുണ്ടാകുക. This is only for those who have a commitment to and a life that is holy in the sight of God. Those are the people who have the desire in the heart of prayer. പ്രാർത്ഥനാ മീറ്റിംഗിൽ വരാത്ത വിശ്വാസിയെ പിശാചിന് യാതൊരു പേടിയില്ല. The Satan devil does not fear a believer who does not come for a prayer. നമുക്ക് പ്രാർത്ഥനാ മീറ്റിംഗിന് എന്ത് എക്സ്ക്യൂസും മാനുഷികമായിട്ട് പറയാം. What are the human reasons that we can give for not coming to a prayer? എന്നാൽ ദൈവം മുൻപാകെ റീസണബിൾ ആയത് റീസൺ ഇല്ലാതെയാണ് നീ പ്രാർത്ഥനാ മീറ്റിംഗിൽ വരാതെ ഇരിക്കുന്നതെങ്കിൽ സംശയം വേണ്ട, നീ പിശാചിനെ സഹായിക്കുന്ന പണിയാണ് സഭയ്ക്കുള്ളിൽ ചെയ്യുന്നത്. But if any of those reasons are not a reasonable excuse in the sight of God, then what we are actually doing is helping Satan. ദൈവത്തിന്റെ ദാസന്മാർ വചനം വിശ്വസ്തയോടെ ശുശ്രൂഷിക്കേണ്ടത് കൊണ്ട് വ്യക്തമായി പറയട്ടെ, നീ സഭയുടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ലെങ്കിൽ നീ ആള് ശരിയല്ല. And as a servant of God, I want to very clearly say that if you are not going to the assembly prayer meeting, you are not in the right way. തന്നെയുമല്ല, വേദപുസ്തക പഠനം അതും വളരെ പ്രാധാന്യമുള്ളതാണ്. Not just that, Bible study is also very important. അത് ദൈവത്തിന്റെ സർവായുധ വർഗ്ഗത്തിൽ വചനമെന്ന ആത്മാവിന്റെ വാളെന്നാ പറഞ്ഞിട്ടുള്ളത്. The word of God is a weapon in the whole armor of God. ദൈവത്തിന്റെ വചനമാണ് നമുക്ക് ഈ അന്ധകാര ലോകത്തിൽ ജീവിക്കുവാനുള്ള വെളിച്ചം എന്ന് പറയുന്നത്. It is a light unto our path in this dark world. തന്നെയുമല്ല, എങ്ങനെ ജീവിക്കണം, എങ്ങനെ നമ്മളെ ക്രമീകരിക്കണം എന്നത് ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധ തിരുവചനത്തിലൂടെ കാണുവാൻ സാധിക്കും. And it is through scripture that we understand how God wants us to walk in this world. ഞാൻ വളരെ എംഫസൈസ് ചെയ്ത ഒരു കാര്യം പറയട്ടെ. Let me emphasize one thing. എന്റെയോ നിങ്ങളുടെയോ ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പ്രസാദിപ്പിക്കാം ദൈവത്തെ എന്ന് പഠിപ്പിക്കുന്ന ഒരു വാക്യവും ഈ പുസ്തകത്തിലില്ല. There is not a verse in this scripture that says that we can please God if we live the way we want to. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ദൈവവചനത്തിന്റെ ക്രമം അറിഞ്ഞ് അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണം. If we want to please God through our life, we need to understand His commandment and order our life in accordance to it. ദൈവത്തിന്റെ വചനം നമ്മളോട് ആവർത്തിച്ച് സംസാരിക്കും. The word of God is speaking very clearly to us. എന്നാൽ നാം അതിനെ മറുതലിച്ചു പോവുകയാണെങ്കിൽ ദൈവം നിശബ്ദത പാലിക്കും. But if we ignore it, God will stop speaking. നമുക്കറിയാം, ഈ ഡയബറ്റിക് പേഷ്യൻസിനോട് ഞാൻ പറഞ്ഞില്ല, ഞാൻ 19ാമത്തെ വയസ്സിൽ ഡയബറ്റിക്കാ. ഈ ഡോക്ടേഴ്സ് എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. As I mentioned, in my 19th year, I became a diabetic, and there's a question that doctor asks often when I go and visit. എന്റെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഒന്ന് പൊക്കാമോ? If there's anyone diabetic, they can raise their hands. 1 2 3 4 സാധാരണ ഇത്രയൊന്നും അല്ലേ. സന്തോഷം, ഈ ഗ്രൂപ്പിൽ ആരും വരണ്ട. എന്നാണ് സാധാരണ ഡോക്ടർ ചോദ്യം ചോദിക്കും. But there is a question that doctor asks a diabetic patient. അങ്ങനെ ചെറിയ ഒരു ചുറ്റികയോ അല്ലെങ്കിൽ എന്താണ്ടൊക്കെ വെച്ച് കുത്തുകയോ തട്ടുകയോ ഒക്കെ ചെയ്തിരിക്കും, വേദനയുണ്ടോ? You'll tap your parts of your body with a hammer and ask, is it paining? നിങ്ങളെല്ലാവരും ഭയങ്കര ഗൗരവത്തിൽ എന്ത് ഈ ഉള്ള ഓക്സിജൻ മുഴുവൻ വലിച്ചു കയറ്റി അനങ്ങാതിരിക്കുന്ന കാണുമ്പോൾ ഒരു വിഷമം. ഒന്ന് ചിരിക്കുകയൊക്കെ ഉറക്കച്ചിരിക്കല്ല. ഒരു കാര്യം പറയട്ടെ, ഡോക്ടർ ഇങ്ങനെ ചോദിക്കും, വേദനയുണ്ടോ? Doctor will tap and ask, is it paining? നമ്മൾ പറയാ ഒരു വേദനയില്ല എന്ന് പറഞ്ഞാ, and if you say that I have no pain, ഡോക്ടർ കൺഗ്രാജുലേഷൻസ് ഒന്നും പറയുന്നില്ല. doctor is not going to congratulate you. അടുത്ത ന്യൂറോൺ അടുത്തോട്ട് വിടും. Then he will send you to the neuro doctor. വേദന ഇല്ലാത്തത് നല്ല ലക്ഷണം അല്ല. If you do not have pain, that is not a sign of a good health. ദൈവത്തിന്റെ വചനം നമ്മളെ ഇടപെടുമ്പോൾ, നമ്മളോട് സംസാരിക്കുമ്പോൾ ജീവിതത്തെ ക്രമപ്പെടുത്താനാണ് വചനം തന്നിരിക്കുന്ന ബോധ്യത്തിൽ നാം വചനം പഠിക്കാനായിട്ട് പോകണം. When we study the word of God, we have to study it with the perspective that it is given for our correction. പ്രിയപ്പെട്ടവരെ, ദൈവവചന പഠനത്തിനും പ്രാർത്ഥനയ്ക്കും ദൈവസഭ ക്രമീകരിക്കുന്ന കാര്യങ്ങൾക്ക് പോയില്ലെങ്കിൽ യാതൊരു സംശയം വേണ്ട, കുറ്റകരമാണ്, ദൈവമുൻപാകെ വലിയ പാപമാണ് ആ വിഷയം എന്ന് പറയും. If you choose to ignore the Bible study and the prayer meeting of the church, there is no doubt that you are guilty and it is a sinful thing.
നടന്നൊരു സംഭവം ഞാൻ പറയാം, പണമരുത്. I will say something that actually happened. പിടിച്ചു നിർത്തരുത്, എനിക്ക് തിരിച്ചു പോകണം. Do not feel offended. I will go today. ഇനി നിങ്ങൾക്ക് കംപ്ലൈന്റ് പറയണമെങ്കിൽ കേരളത്തിൽ വന്ന സന്തോഷം, അവിടെ ഇച്ചിരി സമയം കിട്ടും. If you want to complain against it, you can come and visit me and complain. ഒരാൾക്ക് ജോലി ഇല്ലായിരുന്നു, നടന്ന സംഭവം. There was one brother who did not have a job. ജോലി ഇല്ലാതെ ഒരുപാട് വിഷമിച്ച് ഇവനെ ഓർത്ത് സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി. The assembly was praying for his employment. ഈ ജോലി ഇല്ലാതിരുന്നപ്പോ എല്ലാ യോഗത്തിനും പുള്ളി പോകുമായി. When he was unemployed, he used to come to all the assembly meetings. ജോലി കിട്ടി, പിന്നെ പുള്ളി മെല്ലെ മെല്ലെ യോഗങ്ങളെല്ലാം നിർത്താൻ തുടങ്ങി, ഞായറാഴ്ച മാത്രം വരാൻ തുടങ്ങി. And when he got a job, he slowly stopped coming to all the meetings and he would come only on the Sunday meetings. അനേക പ്രാവശ്യം സഭയുടെ ഉത്തരവാദിത്തം സൂചിപ്പിച്ചു. Many times the responsible brothers in the assembly went and spoke to him concerning. ഒടുവിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നിങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിച്ചല്ല എന്നെ ഈ പരുവത്തിലാക്കിയത്, ഞാൻ യോഗത്തിൽ വരാതിരിക്കാൻ കാരണം നിങ്ങളാണ്. And he blamed them, saying that it is because of your prayer that I got a job and then I stopped coming to the meetings. സഭ വീണ്ടും പ്രാർത്ഥിക്കാം. The assembly went down to the need to pray about him again. ദൈവമേ, ഇവന് ജോലി കൊടുത്ത പിന്നെ യോഗത്തിന് വരാൻ സമയമില്ല, അതുകൊണ്ട് നീ ഒന്ന് ഇടപെടണമേ എന്ന് സഭയായി പ്രാർത്ഥിച്ചു. The assembly got together to pray for God to intervene in this context. ജോലി പോയി. He lost his job. ഇപ്പൊ എല്ലാ യോഗത്തിനും പോകുന്നു. He's coming to all the meetings. ദൈവം തരുന്ന നന്മകൾ ശാപത്തിന് കാരണമാകരുത്. God's blessing should not turn as a curse for us. ദൈവം തരുന്ന ഏത് കാര്യത്തിനും ന്യായമായ റീസൺസ് ഒക്കെ അത് എക്സ്ക്യൂസസ് ആയി വെച്ചാൽ എന്നും ദൈവം മൗനമായി തുടരുമെന്ന് ആരും ചിന്തിക്കരുത്. ദൈവം സഭയുടെ കാന്തനാണ്. ദൈവം നമ്മളെ ആരെയും ഭയപ്പെടുന്നില്ല, നാം ദൈവത്തെയാണ് ഭയപ്പെടേണ്ടത്. If you think that you will be spared if you ignore and forsake all these meetings, do not be in that thought, because God, Lord Jesus, is the master and the Lord of the church, and He will deal with those who are ignoring the meetings of the church. അപ്പോസ്തലപ്രവൃത്തി 2:42. Come back to Acts chapter 2, verse 40. അവിടെ ആരാധിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യം ഉണ്ടെന്ന് പറഞ്ഞു. There are two things that are mentioned before the worship. എന്താ? ഒന്ന് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കണം. First is the apostles' doctrine. ഈ ബൈബിൾ സ്റ്റഡി കേട്ട് കൂട്ടായ്മ ആചരിക്കുന്നവരാണ് ദൈവത്തെ ശരിയായിട്ട് ആരാധിക്കുക. അതായത് ബൈബിൾ സ്റ്റഡി, അപ്പോസ്തലന്മാരുടെ ഉപദേശം, First is the Bible study, apostles' doctrine. രണ്ടാമത് കൂട്ടായ്മ മീറ്റിംഗ്സ്. Second is a fellowship meeting. അപ്പോൾ ബൈബിൾ സ്റ്റഡി കഴിഞ്ഞ് ജീവിതത്തെ ക്രമീകരിക്കുന്നു. So you go to the Bible study and change your life according to it. അങ്ങനെ മാറ്റമുണ്ടാകുന്ന ജീവിതത്തിൽ നിന്ന് ഫെലോഷിപ്പ് മീറ്റിംഗ്സിന് പോകുന്നു. And such a person then attends the fellowship meeting. ആ ഫെലോഷിപ്പ് മീറ്റിംഗ്സിന് പോയിട്ട് ആ ഹൃദ്യതയോടുകൂടി ദൈവത്തെ ആരാധിക്കുന്നു. And it is then the third meeting is mentioned for such a person to ആ സന്തോഷത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നു. And it is with that joy that the fourth meeting the person comes for prayer meeting. This is God's order. ഇതാണ് ദൈവത്തിന്റെ ക്രമം. That is the order of the meetings. ദൈവത്തിന്റെ ക്രമം തെറ്റിക്കാൻ ആരെയും ദൈവം അനുവദിക്കില്ല. God has not allowed any one of us to change this order. എന്തുകൊണ്ട് ആദ്യം ഇത് രേഖപ്പെടുത്തിയെന്ന് നമ്മൾ ഓർത്തു. അതിന് ഞാൻ പറയുകയല്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് എങ്ങും എത്താൻ പറ്റുകയില്ല. അതുകൊണ്ട് We also looked at why this is mentioned right at the beginning of the book of Acts. We looked at that yesterday. നാം മറ്റൊരു വിഷയം ഒന്ന് തുടങ്ങുകയുണ്ടായി. മൂന്ന് കാര്യങ്ങൾ ഓർത്തു. അത് ഞാനൊന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞ് മുമ്പിലേക്ക് പോട്ടെ. And we also started the third topic which we'll look at briefly. എന്തുകൊണ്ടാണ് സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത് എന്ന് പറയുന്നത് എന്നതിന്റെ മൂന്ന് റീസൺസ് നമ്മൾ ഓർത്തു. We looked at why one should not forsake the assembling of the saints. ഒന്നാമത്തെ വിഷയം അപ്പോസ്തല പ്രവൃത്തികൾ 20:28 ഞാൻ വിശദീകരിക്കുകയില്ല. First reason we looked at Acts chapter 20 verse 28. അതെന്തായിരുന്നു? കർത്താവ് സ്വന്തം രക്തത്താൽ സഭയെ സമ്പാദിച്ചതുകൊണ്ട് ആ കർത്താവിനെ സ്നേഹിക്കുന്നു, കർത്താവിന്റെ സമ്പാദ്യത്തെ ആദരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് ദൈവസഭയുടെ യോഗങ്ങൾക്ക് വരിക എന്ന് പറയുന്നത്. When you come to the meetings of the church, it is the evidence of your honoring God, because after you understand that He has purchased the church with His own blood. രണ്ടാമത് നമ്മൾ ഓർത്തു തുടങ്ങിയത് ചിലർ ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യരുത്? സഭായോഗത്തെ ഉപേക്ഷിക്കരുത്. അത് നമ്മൾ 10-ാം അധ്യായം എബ്രായർ 24-ാം വാക്യത്തിൽ കാണുന്നത് ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങൾ ഉപേക്ഷിക്കരുത്. And the second reason we saw is in Hebrews chapter 10, where we saw as is the manner of some to forsake. അപ്പോൾ ചില ആളുകൾ പറയും കുഴപ്പമില്ല, പോയില്ലേലും സാരമില്ല, ആ മടിയന്മാർ പറയുന്നത് കേൾക്കരുത്, അവർക്കുള്ള പണി പുറകെ വരുന്നുണ്ട്. There are some lazy folks who will say that it is okay if you do not go, but do not listen to them. ദൈവത്തിന് രണ്ട് വാക്കില്ല. God doesn't have to, he is not double-minded. ദൈവം പറയുന്നത് വിശ്വസ്തയോടെ ചെയ്യാത്ത ഒരാളെയും ദൈവം
വേണ്ടതുപോലെ ഉപയോഗിച്ച ചരിത്രം ഈ പുസ്തകത്തിലില്ല. There is not a person in the Bible where he has used that person if that person has not been faithful to the calling of God. ദൈവത്തിന്റെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരാൻ കടപ്പാടൊന്നും ദൈവത്തിനില്ല. God is not indebted to anyone if that person is not obedient to his commandment to listen to what that person is doing. ദൈവത്തിന്റെ സഹിത്വം ഉണ്ടാകുക, ദൈവത്തിന്റെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുക രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമല്ല, രക്ഷിക്കപ്പെട്ടിട്ട് ഭക്തരായി വചനം പാലിക്കുന്നവർക്കാണ്. The friendship or the fellowship of God is not for those who have just been saved, but it is for those who have been saved and continue in life of obedience to Him. എന്തുകൊണ്ട് സഭായോഗത്തിന് വരണം? മൂന്നാമത്തെ റീസൺ, The third reason why one should come മത്തായി 18:20 ആണ്. Matthew chapter 18 verse 20. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വ്യത്യാസമാണെന്ന് പറഞ്ഞു, ഞാൻ അതിലേക്ക് പോകുന്നില്ല. We look at that, what is the context of that verse. മത്തായി 18:20 കർത്താവ് പറഞ്ഞു, രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. For where 2 or 3 are gathered together in my name, I am there in the midst of them. അത് വെളിപ്പാട് പുസ്തകത്തിലൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. We looked at how is Lord Jesus in the midst of the church in the book of നമ്മുടെ കർത്താവ് സമയത്തെഴുന്നള്ളി വരുന്ന ദൈവപുത്രനാണ്, സഭയുടെ കാന്തനാണ്, സഭയുടെ നാഥനാണ്. He is the Lord of the church, he is the master of the church. കർത്താവിനെ നാം കാത്തിരിപ്പിക്കുന്നവരാകരുത്. We should not be the one who make him wait. നമ്മൾ ഇന്നലെ ഓർത്തുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലിയില്, പാർലമെന്റില് സ്പീക്കർ എത്തുന്നതിന് മുൻപ് ബാക്കി എല്ലാവരും, അത് ചീഫ് എക്സിക്യൂട്ടീവായ ചീഫ് മിനിസ്റ്റർ ആണെങ്കിലും ശരി, പ്രൈം മിനിസ്റ്റർ ആണെങ്കിലും ശരി, സഭയിലുണ്ടാകണം. We looked at how when in the assembly, the state assembly or in the parliament, even before the speaker comes, everyone, no matter who that person is, how much important that person, he has to be in the place before the speaker. റീസണബിൾ ആയ റീസൺ ഇല്ലാതെ യോഗത്തിന് താമസിക്കുന്നത് ദൈവമുണ്ടാകെ ക്രൈമാണ്. If you are late for assembling of the church without a reasonable reason, it is a crime. നമുക്ക് ക്രമീകരിക്കാൻ പറ്റുന്നത് നേരത്തെ ക്രമീകരിച്ച് നാം ദൈവത്തെ കാത്തിരുന്ന് സഭയ്ക്കുള്ളിൽ അതിന്റെ യോഗങ്ങളെ ആദരിക്കുന്നത് ദൈവത്തെ ആദരിക്കലാണെന്ന് മറക്കരുത്. When you prepare ahead of time for an assembly meeting, you are actually honoring God. നമ്മൾ മറ്റൊരു കാര്യം കൂടിയാണ് ചിന്തിച്ചു തുടങ്ങിയത്, അതിലേക്ക് നമ്മൾ തിരികെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. We will come back to what the thing that we want to focus today. അതായത് നമ്മൾ ഇന്നലെ ഓർക്കുകയുണ്ടായി, എന്തുകൊണ്ട് നാം സഭായോഗത്തെ ഉപേക്ഷിക്കരുത്. നാലാമത്തെ വിഷയം തുടങ്ങി. We started the fourth reason why one should come to the assembly meeting. എബ്രായർ 10:24 നമ്മൾ ഇങ്ങനെ വായിച്ചു. In Hebrews 10:24 we read like this. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ എന്ത് ചെയ്യരുത് എന്ന് പറ. എന്ത് ചെയ്യരുത്? പിണങ്ങിയതാണ്, ഉപേക്ഷിക്കരുത്. ഈ കാര്യത്തിൽ പിണങ്ങിയാലും കുഴപ്പമില്ല, ഉള്ളത് പറയാതിരിക്കാൻ പറ്റില്ല, ഉള്ളത് പറഞ്ഞിട്ടേ പോകത്തുള്ളൂ, അത് വേറെ വിഷയം. നമ്മുടെ സഭായോഗങ്ങൾ, The phrase, if you look at verse 25 in Hebrews chapter 10, says ourselves. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, വേറൊരു കൊച്ചിനെ കൊണ്ട് തന്നിട്ട് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യമൊക്കെ മറന്നുപോയോ? I hope you have not forgotten the example that I gave, that if someone gives another person's child to you and asking to take that child as your own child. എന്താ സഭായോഗത്തിന് വരാതെ? Why did you come to the assembling of the എന്താ church? സഭായോഗത്തിന് വൈകുന്നത്? Why are you coming late to the assembly? എന്താണ് സഭയുടെ പല കാര്യങ്ങളിൽ നിന്റെ പ്രസൻസ് ഇല്ലാത്തത്? Why is your presence not there in the meetings of the assembly? വചനം പറയുന്നത് ഇത് നിന്റേതാണെന്നുള്ള ബോധം നിനക്കില്ലാത്തതുകൊണ്ടാണ്. Because the scripture tells that you do not have this understanding that this is our own, it is mine. നമ്മുടേതാണെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി എന്ത് പെയിനും നമ്മൾ എടുക്കും. If we have this heart, the thought in heart that it is mine, we would go to suffer any pain to be part of it. നമ്മുടെ കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ് ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. We are looking at the attitude of our അതിലൊരു ഭാഗം നമ്മൾ ഓർത്തു, ബാക്കി ഭാഗത്തിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവുക. എല്ലാവരും വേദപുസ്തകത്തിൽ നോക്കിയാണ്. We looked at one of the attributes yesterday, we look at the others today. മത്തായി സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Matthew chapter 16 verse 18. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞൊരു വാക്ക് നമുക്ക് അറിയാവുന്ന വിഷയമാണ്. This is a familiar portion of scripture for us. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുന്നില്ല. ഈ പാറമേൽ ഞാൻ എന്റെ സമയം, മൈ ചർച്ച്. You are Peter, and on this rock I will build my church. അപ്പൊ തീർച്ചയായിട്ടും കർത്താവ് സഭയെ കണ്ടത് മറ്റൊന്നായിട്ടല്ല, എന്റെ സഭ എന്ന കർത്താവിന്റെ ഭാവം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ദൈവസഭയുടെ യോഗങ്ങളെ നമ്മൾ അനാദരിക്കയില്ല എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്ന വിഷയം. It's the truth that if we have that attitude in our heart, the attitude that Lord Jesus Christ has concerning the church, that it was
His church, if we have that same feeling in our heart, we will not dishonor the assembling of the ഈ കർത്താവ് പത്രോസിനെ തന്റെ ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോഴും ഇത് നമുക്ക് കാണുവാൻ കഴിയും. And we see the same thing when he entrusted the ministry to Peter. ഇത് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, ശുശ്രൂഷകന്മാരുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി സഭയോടാണ്. The greatest responsibility of those who are responsible is toward the church. ഈ മൂപ്പന്മാർക്ക് മാത്രമായിട്ട് ഒരു കിരീടമുണ്ട്. There is a crown just for the elders. ഏതാ? What is that? അത് മൂപ്പന്മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. That only the elders qualify for. എല്ലാ മൂപ്പന്മാർക്കും കിട്ടുകയില്ല. And not all the elders will get it. അത് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഫെയ്ത്ത്ഫുൾ ആയ എൽഡേഴ്സിനെ കിട്ടുന്നത്. But only for those who stand and remain faithful. അത് പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിലാണ്. That is in 1 Peter chapter 5. ഇടയശ്രേഷ്ഠൻ വെളിപ്പെടുമ്പോൾ തേജസ്സിന്റെ കിരീടം കിട്ടും, പാടാത്ത കിരീടമുണ്ട്, തേജസ്സിന്റെ കിരീടം. 1 Peter chapter 5 we read that crown of rejoicing. ആ തേജസ്സിന്റെ കിരീടം എന്തിനാ? Why is that crown for? എന്റെ സഭയെ, എന്റെ ആളുകളെ കഷ്ടത്തിലും നഷ്ടത്തിലും ആരെല്ലാം എതിർത്തിട്ടും നീ ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി എടുത്ത വേദനയ്ക്ക് സഭയുടെ നാഥൻ തരാൻ പോകുന്ന ഒരു പ്രതിഫലമുണ്ട്. അത് തേജസ്സിന്റെ കിരീടമാണ്. It is a reward from the master of the church to those shepherds who suffered pain and suffering for the care of the flock that was put in their care in the local church. അപ്പോൾ തന്നെ എല്ലാ വിശ്വാസികൾക്കുമുള്ള ഉത്തരവാദിത്തം, therefore the responsibility of all the believers, ദൈവം ആക്കി വെക്കുന്ന സഭയുടെ ശുശ്രൂഷകന്മാരെ മാനിക്കുക, അവർ വചനത്തിലൂടെ പറയുന്ന കാര്യങ്ങൾക്ക് അനുസരണം കാണിക്കുക, അത് വിശ്വാസികളുടെ ഉത്തരവാദിത്തമാണ്. ഒരു കോയിന് രണ്ട് സൈഡുണ്ടല്ലോ. There are two sides of a coin. So the responsibility of the members of the church is to honor and subject themselves to the elders who have been given by God to the local church, and when they teach from the word of God, to honor them and be obedient to the word. കർത്താവിന്റെ ആറ്റിറ്റ്യൂഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് 1-2-3 വാക്യങ്ങളിലേക്ക് പോകാം. ഒരു വേദഭാഗത്തിലെ 3 വാക്യങ്ങളിലേക്ക് പോകാം. We'll look at 3 verses from one portion of scripture. അത് യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിലാണ് കാണുന്നത്. We'll read that in John chapter 21. നമ്മുടെ കർത്താവ് പത്രോസിനെ സഭയുടെ ചുമതല അല്ലെങ്കിൽ ആ ആളുകളോട് ബന്ധപ്പെട്ട കാര്യം പറയുന്ന വിഷയം. This is Lord Jesus Christ talking to Peter when he is entrusting to him the ministry. ആ 15-ാം വാക്യത്തിലേക്ക് കർത്താവ് ചോദിക്കുന്നു, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? And he asks Peter in verse 15, Simon son of Jonah, do you love me more than these? അതിന് അവൻ പറഞ്ഞു, കർത്താവേ, ഉവ്വ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. He says like this, yes Lord, you know that I love you. കർത്താവ് പറഞ്ഞു, എന്റെ കുഞ്ഞാടുകളെ മേയ്ക്കാം. Lord Jesus tells him like this, feed my lamb. എന്റെ കുഞ്ഞാടുകൾ, എന്റെ കുഞ്ഞാടുകൾ. Look at the phrase Lord Jesus Christ is using, my lamb. വീണ്ടും 16-ാം വാക്യത്തിൽ എന്റെ ആടുകളെ പാലിക്ക, tend my sheep, എന്റെ ആടുകളെ പാലിക്ക. Again in verse 16, tend my sheep. വീണ്ടും 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന ഒരു വിഷയമുണ്ട്, എന്റെ ആടുകളെ മേയ്ക്ക, feed my sheep, എന്റെ ആടുകളെ മേയ്ക്ക. Again in verse 17 he says like this, feed my sheep. ഇവിടെ എല്ലാം കർത്താവ് തന്റെ ശിഷ്യനായ പത്രോസിനോട് പറയുകയാ, എന്റെ ആടുകൾ, എന്റെ കുഞ്ഞാടുകൾ, അവയാണ് നീ മേയ്ക്കേണ്ടത്. Look at how Lord Jesus Christ is using that phrase to his disciple Peter, saying my sheep. മലയാളത്തിലേക്ക് വരുമ്പോൾ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവെന്ന് 15-ാം വാക്യത്തിൽ ചോദിക്കുന്നു. Verse 15 he says, ask Peter like this, do you love me more than these? ഞാൻ 21-ാമത്തെ വയസ്സിലാണ് ഈ പത്രോസിന്റെ ലേഖനം പഠിപ്പിച്ചത്. I was 21 years old when I taught from the epistle of Peter. അത് പിന്നീട് പുസ്തകമാക്കാനും ദൈവം കൃപ ചെയ്തു. And God gave me the grace to make it in a book. അതുകൊണ്ട് ഈ ഭാഗങ്ങൾ എന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. Therefore I am very interested in this portion. അവിടെ ഇവരിൽ അധികമായതിന് ഇംഗ്ലീഷ് വെർഷനിൽ ഇവയിൽ അധികമായി, do you love me more than these, ഇവയിൽ അധികമായി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. In English we see the question like this, do you love me more than these? ഇവയിൽ അധികം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ശരിക്കുള്ള ഇന്റർപ്രിട്ടേഷൻ, what is the interpretation of when we say more than these? അതിന് തൊട്ടു മുൻപിൽ 11-ാം വാക്യത്തിൽ 153 വലിയ മീൻ നിറഞ്ഞൊരു വല മുമ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. In verse 11 we read that there was a large fish, 153 catch that they caught. ഒരു മുക്കുവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മീൻ ഒത്തിരി പ്രഷ്യസ് ആണ്. As far as fisherman is concerned, for him the fish is very important. തന്നെയല്ല, അത് വളരെ വിലയുള്ളതുമാണ്. It is very valuable to him. ദൈവം നമ്മുടെയൊക്കെ മുമ്പിൽ ചില കാര്യങ്ങൾ ഇട്ട് തരും.
God sometimes brings some things in front of us. അതൊന്നും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. I'm not saying that these are not good things. പക്ഷെ കർത്താവിനേക്കാൾ കൂടുതൽ അതൊന്നും സ്നേഹിക്കരുത്. But you should not love them more than you love them. ചിലർക്ക് നല്ല വീട് തിന്നിട്ട് ചോദിക്കുമ്പോൾ ഇതിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? To someone God may give a good house and a question, do you love me more than this house? ഒരു കുറച്ച് നാൾ മുമ്പ് ഒരുത്തനാണെങ്കിൽ അവരുടെ വണ്ടിയും കൊണ്ട് ഞായറാഴ്ച നടക്കും. ചോദിച്ചപ്പോൾ പറഞ്ഞു എന്റെ വണ്ടി എനിക്ക് ഇഷ്ടമാണ്. Someone was going about in his car sometime back and he said that he liked more being in his car than on a church meeting. നീ നിന്റെ വണ്ടിയാണോ ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത്? Do you love your car more than you love the Lord? ആ വണ്ടി ദൈവം നിനക്ക് തന്നതാണ്. That vehicle was given to you by the നിന്റെ Lord. ജോലിയെ കാണിച്ചിട്ട് കർത്താവ് ചോദിക്കും മോനെ do you love me more than this job? Do you love me more than this job? നീ പല കാര്യത്തിൽ എനിക്കും നിങ്ങൾക്കും അനേക കാര്യങ്ങൾ ദൈവം തരുന്നത് നാം ദൈവത്തെ അവയേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ എന്നറിയാനും കൂടെയാണ്. God sometimes gives us many things to understand whether we love Him more than what He is giving us. പലപ്പോഴും നാം പരാജയപ്പെട്ടു. And many times we fail in that. ദൈവം തന്ന അനേക കാര്യങ്ങളെയും ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നത് പാപമാണ് എന്ന് വിശുദ്ധ ബൈബിൾ പഠിച്ചാൽ അറിയാം. The scripture teaches very clearly that if you love anything that God has given you more than the Lord Himself, it is a sin. ഇവിടെ പത്രോസിനോട് ചോദിക്കുന്നു നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ? He is asking Peter, do you love me more than these? അവൻ ദൈവത്തോടുള്ള പരിപൂർണ്ണ സമർപ്പണത്തിന്റെ ഉത്തരം പറഞ്ഞപ്പോഴാണ് കർത്താവ് ശുശ്രൂഷയിലേക്ക് അവനെ കൊണ്ടുവന്നത്. And his answer is his submission to the Lord, and that is when God brought him to the ministry. ഇവിടെ പറയുന്ന 15-ാം വാക്യത്തിലെ എന്റെ കുഞ്ഞാടുകൾ, and he in verse 15 he says my lambs, 16-ാം വാക്യത്തിലെയും 17-ാം വാക്യത്തിലെയും എന്റെ ആടുകൾ, and in verse 16 and 17 we read my sheep. ഇത് ദൈവസഭയുടെ ചിത്രമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന We can വിഷയമാണ്. understand that this is a picture of the church of God. അതുകൊണ്ട് വ്യക്തമായി ഓർമ്മപ്പെടുത്തിട്ട് ക്രിസ്തുവിന് സഭയോടുള്ള ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അത് കർത്താവിന്റേതാണ് എന്നുള്ള വിഷയമാണ്. That it is very clear the attitude of our Lord Jesus Christ towards the church is that it is His. അങ്ങനെയാണെങ്കിൽ ദൈവസഭ എന്റേതാണ് എന്ന ചിന്ത വന്നാൽ നാം ദൈവസഭയുടെ ശുശ്രൂഷകളെയോ സഭയുടെ കാര്യങ്ങളെയോ ഒരിക്കലും വില കുറച്ച് കാണുകയോ ആബ്സെന്റ് ആവുകയോ ചെയ്യുകയില്ല. And if we have that same attitude that this church is mine, we would never dishonor by not coming to a church meeting. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ അവരവരെ പരിശോധിക്കാനായിട്ട് ഈ ചിന്ത മുഖാന്തരമായി തീരണം. May God help us to question and examine ourselves in light of this word. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ നിത്യമായ ലജ്ജ നമുക്കുണ്ടാകത്തക്ക രീതിയിൽ ജീവിതത്തിൽ നാം ദൈവസന്നിധിയിൽ കുറ്റം വഹിക്കേണ്ടവരായി തീരുമെന്നുള്ളത് മറക്കരുത്. Don't forget that if we forsake these, there's a time coming for us to give an account of this when we meet our Lord. അതുകൊണ്ട് ഇന്നൊന്ന് പരിശോധിക്കുക, ഇത് എന്റേതാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുവാൻ ദൈവം നമുക്ക് കൃപ തരണം. May God give us the grace that today we may question these to ourselves. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തുടർന്നുള്ള മിനിറ്റുകൾ നാം തിരിക്കാനായിട്ട് പോവുകയാണ്. We are coming to a very important portion of scripture for ഈ സെഷനിലും അടുത്ത സെഷനിലുമായിട്ട് കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഞാൻ ഏറെ ഭയപ്പെടുന്ന ഒരു ഭാഗത്തിലേക്കാണ് ഇപ്പോൾ കടക്കാനായിട്ട് പോകുന്നത്. And this session and the next session we will be covering this because it's a very solemn portion of scripture for us. എന്തുകൊണ്ട് സഭായോഗത്തിന് പോകണം? Why one should go to the church? എന്തുകൊണ്ട് സഭയുടെ കാര്യത്തെ ഏറ്റവും വലുതായി കാണണം? Why you should consider that above everything else in your life? എന്തുകൊണ്ട് ദൈവസഭയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കണം? Why you should live for the things of the church? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം എന്ന് പറയുന്നത്, and the biggest reason, the main reason for it is ദൈവത്തിന്റെ മുദ്ര, seal of the Lord, ദൈവത്തിന്റെ മുദ്ര ദൈവസഭയുടെ മേൽ ഉണ്ട് എന്നുള്ളതാണ്. And the reason is that the seal of our Lord Jesus Christ is upon His church. നമുക്കറിയാം, നമ്മൾ ഒരു പോസ്റ്റ് ഓഫീസിൽ പോയിട്ട്, ഇപ്പൊ അങ്ങനെ അധികം ലെറ്റേഴ്സ് ഇല്ല, എന്നാലും പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നമ്മളൊരു ഇൻലൻഡ് വാങ്ങിച്ചു വന്നിരിക്കട്ടെ. Imagine if you go to the post office and buy an inland. ആ ഇൻലൻഡ് വാങ്ങിച്ച് നമ്മൾ എന്തെങ്കിലും എഴുതി, and you write a letter in it. അത് നമ്മൾ പോസ്റ്റ് ബോക്സിൽ കൊണ്ടുവന്നിട്ടു. You put it in the post box. ആ പോസ്റ്റ് ബോക്സിൽ നിന്ന് പോസ്റ്റ്മാൻ അത് എടുത്തു. The postman takes it out of the post box. അദ്ദേഹം മുതൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സീൽ അടിച്ചു. He then seals it with the seal of government of പിന്നെ India. നമ്മൾ ചോദിച്ചാൽ പുള്ളി തരൂ. And if will he ever hand it back to you after that? തരൂ. Will he? ഇവിടെ കിട്ടുന്നതാണ്. Do you think that you will get it? കിട്ടൂ. തരൂ. Will you get it? എനിക്ക് തോന്നുന്നു സെക്കൻഡ് സെഷൻ വേണ്ട. തരുമോ? എന്തേലും ഒന്ന് പറ, തരുമോ? ഇല്ല. എന്നാ തരാതെ? അതിനൊരു സീല് വന്നു. അത് ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ സീലാണ്. You wouldn't be able to
to get it back once it has been sealed with the seal of Postal Department of India. ഞാനല്ലേ പൈസ കൊടുത്ത് വാങ്ങിച്ചേക്കണം. You may think that it is me who has bought that England. ഞാൻ പൈസ കൊടുത്ത പേന കൊണ്ടല്ലേ എഴുതിയത്. I wrote it with the pen that I own. ഞാനല്ലേ തുപ്പല് പുരട്ടി ഒട്ടിച്ചത്. I stuck it and pasted it. ഞാനല്ലേ അതിൽ കൊണ്ടിട്ടത്. Was it not I who had put it in the box? ഞാനല്ലേ ചോദിച്ചത്. ഞാനല്ലേ ചോദിച്ചത്. Is it not me who is asking it back? എന്തിനെന്താ തരാതെ? Why is it not? അതിന്റെ മുകളിൽ ഒരു സീൽ ഉണ്ട്. Because there is a seal on it. ദൈവത്തിന്റെ സഭയിൽ നമുക്ക് കൃപയാൽ ദൈവം തന്ന സ്ഥാനങ്ങളുണ്ട്. Yes, by grace we have position in the church of God. പക്ഷേ ഓർത്തോണം, ഈ സഭയ്ക്ക്, ദൈവസഭയ്ക്ക്, പ്രാദേശിക സഭകളുടെ മുകളിൽ ദൈവത്തിന്റെ വിശുദ്ധമായ നാമവും ദൈവത്തിന്റെ സ്വർഗ്ഗത്തിന്റെ സീലുമുണ്ട്. Remember that on top of this church that we are part of, there is the holy seal. നമുക്ക് വേദപുസ്തകത്തിലെ ഒരു വേദഭാഗത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We'll come to one portion of scripture. നിങ്ങൾ എന്നോട് കൂടെ ശ്രദ്ധിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായി ഞാൻ ആവശ്യപ്പെടുന്നു. I request all of you to be very attentive to this portion. ലേവ്യ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 22-ാം അധ്യായം, Leviticus chapter 22. അതിന്റെ 32-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 32 we read like this. എന്താ 32-ാം വാക്യത്തില്? ഞാൻ യഹോവയാകുന്നു, എന്റെ വിശുദ്ധ നാമത്തെ എന്നൊരു പ്രയോഗം നമുക്ക് കാണുവാൻ കഴിയും. You shall not profane my holy name. My holy name. My holy name. എന്റെ വിശുദ്ധ നാമം, ഞാൻ യഹോവയാകുന്നു. My holy name. I am Jehovah. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ നാമം വിശുദ്ധമാണ്. ആ വിശുദ്ധ നാമത്തെ ജീവിതത്തിന്റെ അശുദ്ധികൾ കൊണ്ട് അശുദ്ധമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. God does not want his children to dishonor or malign or profane his holy name. നമുക്ക് ഈ 23-ാം വാക്യം, ഇതിന്റെ 23-ാം അധ്യായം ലേവ്യ പുസ്തകം ചിന്തിച്ചാൽ ദൈവസഭയോട് ബന്ധപ്പെട്ട യോഗങ്ങളോട് ബന്ധപ്പെട്ട ചില കാര്യം കർത്താവ് പറയുന്നുണ്ട്. If you read verse chapter 23, you will understand it as a reflection of the meetings of the church. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ എണ്ണാമെങ്കിൽ എണ്ണിക്കോ, കറക്റ്റ് ആയിട്ട് പറയണം. If you can count, please count. നമ്മൾ അതിന്റെ 2-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. 23-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അച്ചായനോട് ചേർന്ന് പെട്ടെന്ന് വായിക്കണം. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത്, എന്റെ ഉത്സവങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടേണ്ടുന്ന യഹോവയുടെ ഉത്സവങ്ങൾ. Speak to the children of Israel and say to them, the feast of the Lord which you shall proclaim to be holy convocations, these are my feasts. വീണ്ടും 3-ാം വാക്യത്തിലും വിശുദ്ധ സഭായോഗം എന്നുണ്ട്. In verse 3 again we have holy convocation. 2-ല്, പിന്നീട് 3-ല്, ഇനി 4-ാം വാക്യത്തിലേക്ക് വന്നാലും അതത് കാലത്ത് വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടണമെന്ന് പറയുന്നുണ്ട്. In verse 4 we see this holy convention which you shall proclaim at the appointed time. ഇനി നിങ്ങൾ 7-ാം വാക്യത്തിലേക്ക് വരിക. അവിടെയും പറയുന്നു, 1-ാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സഭായോഗം ഉണ്ടാകണം. In verse 7 on the first day you shall have a holy convocation. ഇനി 8-ാം വാക്യത്തിലേക്ക് വരിക. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം. In verse 8 the seventh day shall be a holy convocation. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ 21-ാം വാക്യത്തിലേക്ക് വന്നാൽ നമുക്ക് അവിടെയും കാണുവാൻ കഴിയുന്നു, verse 21 അന്നു തന്നെ നിങ്ങൾ വിശുദ്ധ സഭായോഗം വിളിച്ചു കൂട്ടണം. you shall proclaim on the same day, that is a holy convocation. ഇനി നിങ്ങൾ നോക്കുക, 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെയും കാണുവാൻ കഴിയുന്നുണ്ട് വിശുദ്ധ സഭായോഗമുള്ള ദിവസം എന്ന്. മലയാളത്തിൽ 24, ഇംഗ്ലീഷിൽ 25 ആണെന്ന് എന്റെ പക്ഷം. In verse 24 and 25 also we read about the holy convocation. ഇനി 27-ാം വാക്യത്തിലുണ്ട് വിശുദ്ധ സഭായോഗം. In verse 27 again we have the day holy convocation. 35-ാം വാക്യത്തിലും 36-ാം വാക്യത്തിലും ഇതേ പ്രയോഗം വരികയാണ്. My holy convocations, എന്റെ വിശുദ്ധ സഭായോഗങ്ങൾ എന്നുള്ള വിഷയം. In verse 35 and verse 36 we see the same phrase, same expression of holy convocation. എത്ര പ്രാവശ്യമാണ്? How many times? 11 times. 11 പ്രാവശ്യം. 11 times. ഞാൻ ചോദിക്കട്ടെ, ദൈവം ഒരു പ്രാവശ്യം പറഞ്ഞാലും പ്രാധാന്യമില്ലേ? Is it not enough or important if God mentions it only once? കർത്താവ് ഒരിക്കൽ പറഞ്ഞാലും അത് ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. If God mentions only once, it is sufficient, it's important. തന്നെയല്ല, തിരുവചനത്തിൽ വായിക്കുന്നു, 2-3 സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യം ഉറപ്പാക്കപ്പെടുന്നു. We read in the scripture that by 2 or 3 witnesses is a thing established. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ മക്കളോട് 11 പ്രാവശ്യം ഒരു അധ്യായത്തിൽ മാത്രം എന്റെ വിശുദ്ധ സഭായോഗത്തെ കുറിച്ചെന്ന് ദൈവം പറയുമ്പോൾ ദൈവസഭയുടെ യോഗങ്ങൾക്ക് കർത്താവ് കൊടുക്കുന്ന പ്രാധാന്യം എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. We can understand the importance of the
thing that God is mentioning 11 times in one chapter concerning the feast that God is giving them for as a holy communion. ഞാൻ അതിലെ ചില കാര്യങ്ങളിലേക്ക് ഒന്ന് കടക്കാനായിട്ട് ആഗ്രഹിക്കുക. I want to go to some of those. ഞാൻ ആദ്യം ഒരു വാക്ക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇങ്ങനെ ആ ഭാഗത്ത് പറയട്ടെ. Let me make one point as an introduction. ഈ അധ്യായത്തിൽ മാത്രം ഇത്രയേറെ പ്രാവശ്യം പറഞ്ഞെങ്കിൽ ഇനി ഞാൻ അത് മൈൻഡ് ചെയ്യാതിരുന്നാൽ ദൈവം നമ്മളോട് ക്ഷമിക്കുമെന്നാരും ചിന്തിക്കരുത്. Do not think that if something God has mentioned 11 times and we choose to ignore it, that God will forgive. പ്രിയപ്പെട്ടവരെ, അനേകർ കർത്താവിന് വേണ്ടി തങ്ങളുടെ പല കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ടാണ് സഭയുടെ വളർച്ചയ്ക്ക് അവരുടെ പങ്ക് കൊടുക്കുന്നത്. Many people forsake and suffer and sacrifice many things for the sake of the growth of the church. അങ്ങനെ ചെയ്യാത്ത ഒരാൾക്ക് സ്വർഗ്ഗത്തിൽ ചെന്ന് പ്രതിഫലം കിട്ടുമെന്ന് ആരും ചിന്തിക്കരുത്. സ്വർഗ്ഗത്തിൽ കൺസോലേഷൻ പ്രൈസസ് ഇല്ല, പ്രോത്സാഹന സമ്മാനം ഇല്ല. So if you think that if you do not do such things and you expect a reward when you go to heaven, do not expect any reward. There is no consolation prize for such in the heaven. അതുകൊണ്ട് ഒരു കോംപ്രമൈസിംഗ് ഇല്ലാതെ ഞാൻ പറയട്ടെ, 11 പ്രാവശ്യം ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഈ എന്റെ വിശുദ്ധ സഭായോഗങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് എത്ര പ്രാധാന്യമുള്ളതാണെന്ന് അവരവരുടെ ഹൃദയത്തിൽ ദൈവ മുൻപാകെ ഒന്ന് പരിശോധിക്കുവാൻ, സമയത്തെ യോഗത്തിന് വരുവാൻ, അതിന് മുൻപെത്തുവാൻ, നിങ്ങളുടെ പങ്ക് നിങ്ങൾ നിർവഹിപ്പാൻ ദൈവദാസൻ എന്ന നിലയിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ ശക്തമായി നിങ്ങളെ പ്രബോധിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. And without any compromise, without any doubt, I want to exhort all of you to ask this question. The thing that is mentioned with so much of emphasis and importance, 11 times God mentions it in one chapter. Can you question yourself if you are coming late or ignoring the assembling of the church? What importance are you giving to this command of God? വാസ്തവത്തിൽ പലപ്പോഴും ചിന്തിക്കാം, പലരും പറയാറുണ്ട്, എന്തിനാ എപ്പോഴും ഇതൊക്കെ പറയുന്നത്? Sometimes you may think, why is this being repeated so many times? ഞാനൊരു കാര്യം പറയട്ടെ, അറിയാത്തത് കൊണ്ടല്ല വിശ്വാസികൾ ദൈവസഭയുടെ യോഗങ്ങൾക്ക് വരാത്തത്. Let me tell you one thing, it is not because of ignorance that a believer chooses not to come to assembly. അത്യാവശ്യമായ ചില കാര്യങ്ങളുണ്ട്, അതല്ല ഞാൻ പറയുന്നത്. I'm not saying of situations where something important comes. ആരോഗ്യപരമായ ചില വിഷയങ്ങൾ, അതുമല്ല ഞാൻ പറയുന്നത്. Sometimes it may be a health issue, I'm not referring to those. പക്ഷേ കർത്താവിന്റെ മുൻപിൽ ഇന്ന് ഞാൻ പോകാതിരുന്നത് ദൈവം അംഗീകരിക്കുന്നതാണെന്ന് പറയാൻ പറ്റിയാൽ ഓക്കെ, ഇല്ലെങ്കിൽ കുറ്റമാണ്. If you think that the reason why you are choosing not to come to assembly meeting, and if it will be acceptable to God, if you think in your heart, it is fine. But if not, it is not. ഞാൻ എടുത്തു പറയുന്നു, നിനക്ക് അക്സെപ്റ്റബിൾ അല്ല, ദൈവത്തിന് അക്സെപ്റ്റബിൾ ആണ്. I want to emphasize again, not acceptable to you, but being acceptable as a reason to God. എന്തിനാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? Why am I repeating this again and again? അതിന്റെ ഉത്തരം 23-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലുണ്ട്, 1-ാം വാക്യത്തിലുമുണ്ട്. And the reason for that is in chapter 23 verse 1 and 2. നിങ്ങളുടെ ബൈബിൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 23-ാം അധ്യായം 1-ാം വാക്യത്തിൽ യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്. The Lord spoke to Moses saying. എന്തുകൊണ്ടത് പിന്നെയും പിന്നെയും പറയുന്നു? ദൈവം പറഞ്ഞതായതുകൊണ്ടാണ്. Why is it being repeated? Because it is said by God. ദൈവം പറഞ്ഞതുകൊണ്ട് പറയാതിരിക്കാൻ പറ്റുകയില്ല. If God has said it, we cannot stop saying. ദൈവം പറയാൻ തീർച്ചയായിട്ടും നമുക്ക് ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. God has given us responsibility to speak about it. അതാണ് 2-ാം വാക്യം, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്നത്. And that's what we see in verse 2, speak to the children of Israel. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, കർത്താവിന്റെ ദാസന്മാരിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനം പറയുമ്പോൾ എനിക്ക് എത്ര പ്രാവശ്യം കേട്ടതാണെന്ന് നീ മുഷിയരുത്. If the servant of God comes and speaks led by the Spirit about a certain thing, do not feel offended in your heart that I have already heard this. മലാക്കി പ്രവചനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. In the book of Malachi there is one thing that is said. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ യാഗപീഠത്തിലെ യാഗം എനിക്ക് വേണ്ട, അത് മതി. I do not desire your sacrifices and offerings. കർത്താവ് പറഞ്ഞു, ആരെങ്കിലും ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ അടച്ചു കളഞ്ഞെങ്കിൽ, if anyone closes the door of the temple, നിങ്ങളുടെ യാഗങ്ങൾ എനിക്ക് മതിയായി എന്ന് കർത്താവ് പറയുകയാണ്. I have had enough of your sacrifices and എന്താ offerings. കാര്യം? What is the reason? അവർ ദൈവത്തിന്റെ ക്രമത്തിലല്ല അത് യാഗം നടത്തിയത്. Because they were not offering those sacrifices in accordance with the commandment of God. അറിയാത്തത് കൊണ്ടായിരുന്നില്ല It കേട്ടോ. was not because they did not know about it. പുരോഹിതന്മാർക്കറിയാം, The priests knew about ആ it. കള്ളപ്രവാചകന്മാരുണ്ട്,
അവർക്കറിയാം, The false prophets knew about ആ it. ജനത്തിനറിയാം. The people knew about it. പക്ഷേ അവർ ദൈവത്തിന്റെ പ്രമാണങ്ങളെ മറികടന്ന് മാനുഷിക പ്രമാണങ്ങൾ കൊണ്ട് അവർ യാഗം കഴിക്കാനായിട്ട് തുടങ്ങി. They forgot about the commandments of God and followed the traditions of men, and it was in accordance to that they were offering. ഊനമില്ലാത്ത കുറ്റമില്ലാത്ത മൃഗങ്ങളെ യാഗം കഴിക്കണമെന്ന പ്രമാണം. The commandment is to offer a sacrifice without blemish. പക്ഷേ അവർ ഏറ്റവും നല്ലതിനെ അവർക്കെടുത്തു. But the best of the Lord they would keep it for themselves. എന്നിട്ട് കൊള്ളാത്തതിനെ അവർ യാഗപീഠത്തിലേക്ക് കൊണ്ടുവന്നു. What that was not perfect, they would bring it for പുറമേ sacrifice. നോക്കുമ്പോൾ യാഗങ്ങളെല്ലാം നടക്കുന്നുണ്ട്. If you look externally, everything is going on. യാഗപീഠത്തിൽ രക്തമുണ്ട്. There is blood on the sacrifice അവിടെ altar. അഗ്നി കത്തിക്കുന്നുണ്ട്. There is burnt offering. ആരാധന തകൃതിയായി നടക്കുന്നുണ്ട്. There is worship going on there. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് പറയുന്നു, But the Holy Spirit of God is saying like this. എനിക്ക് മതിയായി. This is not enough. This is പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവം ഈ സഭയോടെന്നല്ല ആകമാനമുള്ള ദൈവജനത്തോട് ലോകമെമ്പാടും പറയുന്ന ഈ വല്ലാത്ത കാലഘട്ടത്തിന്റെ പ്രത്യേകത ഇവിടെ കാണുവാൻ കഴിയുകയാണ്. I see a specific thing, not just to this church that God wants to speak, but to ദൈവം everyone. അരുളി ചെയ്യുന്നു. God is saying, ആ രണ്ടാം വാക്യത്തിൽ നീ ഇസ്രായേൽ മക്കളോട് പറയണം. speak to the children. He is asking Moses to speak like this. എന്റെ മോശെ, ഇവര് ചിലപ്പോ പറഞ്ഞാൽ കേൾക്കത്തില്ല. Moses, I know that if you say, they may not listen. നീ എത്ര പറഞ്ഞാലും ഇവർ അവഗണിച്ചു എന്ന് പറയാം. They may choose to not obey what you say. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇവരെത്ര അവഗണിച്ചാലും മോശെ, നിന്റെ ഉത്തരവാദിത്തമാണ്. നീ അവരെ വിളിച്ചു കൂട്ടണം. നീ അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം. It doesn't matter how many times they choose to disobey, but you gather them and speak to them. ഞാൻ അടുത്ത വിഷയത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. പക്ഷെ ഞാൻ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുക. We'll go to the next points in the next session. പ്രിയപ്പെട്ടവരെ, My dear brothers and sisters, അനേക വർഷങ്ങൾ ഈ നോഹ പ്രസംഗിച്ചിട്ടുണ്ട്. many years Noah preached. നോഹ പറഞ്ഞ ഒരു പെട്ടകം പണിയുന്നുണ്ട്. He was building an ark. ഈ പെട്ടകം പണിയുന്നവർ കാണുന്നുണ്ട്. They are seeing him build this ark. ഈ പെട്ടകത്തിന് വേണ്ടിയ മരങ്ങൾ മുറിക്കുന്ന ശബ്ദം അവർ കേൾക്കുന്നുണ്ട്. They can hear the tree that is cutting down to build this അനേക ark. നാളുകൾ ഒരു കുടുംബം അതിനു വേണ്ടി നിൽക്കുന്നത് അവർ കാണുന്നുണ്ട്. They can see this family standing and building this ark. അദ്ദേഹം പറഞ്ഞു, ജലപ്രളയം വരാനായിട്ട് പോകുന്നു, ഫ്ലഡ് വരാനായിട്ട് പോകുന്നു. He is preaching that there is a flood that is going to come. ആരും കേട്ടില്ല. No one heard. 8 പേരെ കേട്ടുള്ളൂ. Only 8 people. ആരും കേൾക്കാത്തത് കൊണ്ടും കേറാത്തത് കൊണ്ടും ഫ്ലഡ് വരാതിരുന്നില്ല. Just because that people chose not to hear, did the flood not come? കേറിയവരെയും കൊണ്ട് ദൈവത്തിന്റെ പെട്ടകത്തിന്റെ വാതിൽ ദൈവം അടച്ചു. Those who got inside the ark, God closed it from അത് outside. പിന്നീട് ആർക്കും തുറക്കാൻ കഴിയുകയില്ല. No one could open it after അത് that. ആർക്കും അടയ്ക്കാൻ കഴിയുകയില്ല. No one was able to close it. എന്നാൽ അതിനു മുൻപ് അനേക വർഷങ്ങൾ ദൈവം തന്റെ ദാസനിലൂടെ പറഞ്ഞു, മാറിയേ പറ്റുകയുള്ളൂ, ഒരു ജലപ്രളയം വരുന്നുണ്ട്. But many years before that, God used His servant Noah to preach about the coming judgment and the flood. ഞാൻ ചോദിക്കട്ടെ, രക്ഷിക്കപ്പെടാത്തവരും സഭാ കൂടിവരവുകൾ ഉണ്ടെന്ന്. Let me tell you one thing, there are even who are not saved who are part of the അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ഒരു വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് അറിയാം. Yesterday, that's what I mentioned, you will be able to understand a tree by tree. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നീ പരിശോധിക്കണം, നീ ചിലപ്പോൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവില്ല. If you are not feeling good about after hearing a message from the word of God, you better examine yourself if you are really saved. അല്ലെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടത് ജഡികയാ. Maybe you have been saved, but you're still carnal. കാരണം ഒരു ദൈവഭക്തനായ ഒരാൾക്ക് വചനം വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ കുറവുകൾ കാണും. ആ കുറവ് കാണുമ്പോൾ അവനും അവളും ദുഃഖിക്കും, അവർ കരയും, അവർ തിരികെ വരും. Because the one who is truly saved, when he hears of the word of God, he'll be able to understand the areas of his life where he has to make correction and come and weep it in the presence of God. തുടർമാനമായി യോഗത്തിന് പോകാൻ പറ്റാഞ്ഞിട്ട് നിനക്ക് യാതൊരു മനസ്സിൽ വിഷമമില്ലെങ്കിൽ നീ സംശയിക്കണം, നീ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ. You should look at your own salvation if you are not feeling any guilt in your heart, if you are continuously ignoring the gathering of the അതിന്റെ saints. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു, 1 Iohanna 1:3. And that reason I gave about in 1 John. അവിടെ ദൈവത്തോട് കൂട്ടായ്മയുണ്ട്. There is fellowship with God. ആ കൂട്ടായ്മ വിശുദ്ധന്മാരോടുമുണ്ട്. Then that fellowship is with the saints. ചില ആളുകൾ പറയുന്നത് ദൈവത്തോട് ഭയങ്കര കൂട്ടായ്മ, എനിക്ക് മറ്റാരോടും ഇല്ലെന്നാണ്. കള്ളമാണ്, വചനപ്രകാരം തെറ്റാണ്. Some people say that I have very close fellowship with God but no fellowship with the saints. അതാണ് ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ മനസ്സാക്ഷി ശരിയല്ലെങ്കിൽ അവിടെ ആരാധനയ്ക്ക് പകരം ആദ്യം നിരപ്പുണ്ടാകണമെന്ന് പറയുന്നത്. And that is why it is mentioned that when you come to worship God, if there is anything that is not reconciled with your brother, better first go and reconcile that. ഇന്ന് ദൈവം നമ്മോട് പറയുന്നത്, ഇത് ദൈവദാസന്മാർ ആവർത്തിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് യഹോവ പറഞ്ഞ വിഷയമാണ്. First thing that as a servant of God, I am standing in front of you, is to tell that this is what God says. രണ്ടാമത്തെ കാര്യം, മോശയോട് കർത്താവ് പറഞ്ഞു, അവര് കേട്ടാലും ഇല്ലെങ്കിലും നീ എന്ത് ചെയ്യണം, നീ ഈ ജനത്തോട് ഇത് പറയണം, എന്റെ വിശുദ്ധ സഭായോഗത്തെ ലക്ഷ്യമാക്കരുതെന്ന്. And secondly thing, he is saying Moses that even if they choose not to listen or obey, you
tell them the importance of the gathering of the Holy Congregation. എന്താണ് ലേവ്യ പുസ്തകത്തിന്റെ പ്രത്യേകത? What is the speciality? What's the speciality of the book of Leviticus? Genesis is the book of creation or beginnings. Genesis is the book of creation or the beginnings. രണ്ട് പുറപ്പാട് പുസ്തകം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വീണ്ടെടുപ്പിന്റെ പുസ്തകമാണ്, റിഡംഷൻ ആണ്. Exodus is the book of redemption. അവിടെയാണ് പെസഹ കുഞ്ഞാട് അറക്കപ്പെടുന്നത്. That's where you see the slaying of the Passover lamb. ലേവ്യ പുസ്തകം എന്ന് പറഞ്ഞാൽ അത് ആരാധനയുടെ പുസ്തകമാണ്. Leviticus is the book of worship. ആരാധനയ്ക്ക് വേണ്ടി ഇസ്രായേൽ ജനം വന്നു നിൽക്കുകയാണ്. The children of God, the children of Israel are coming to worship. ആരാധനയ്ക്ക് വന്നു നിൽക്കുന്ന ഇസ്രായേലിനോടാണ് പറയുന്നത് എന്റെ യോഗങ്ങൾ വിശുദ്ധ സഭായോഗമാണെന്ന്. And to them who are coming to worship, God is saying that this is my holy congregation. അവരോടാണ് പറയുന്നത് ഞാൻ വിശുദ്ധനാണെന്ന്. God is telling that I am holy. ആരാധിക്കാൻ നിൽക്കുന്നവരോടാണ് പറയുന്നത് നിങ്ങൾ എന്റെ വിശുദ്ധമായ നാമത്തെ അശുദ്ധമാക്കരുതെന്ന്. And to them who are coming to worship, the holy God is saying, do not profane my name. ഇന്ന് നാം ആരാധിക്കാനാണ്. Today we have come to worship. പക്ഷെ അത് ഞായറാഴ്ച കൊണ്ട് തീർക്കുന്നതാണ് നിന്റെ പരിപാടിയെങ്കിൽ നീ ആരായിരുന്നാലും പറയട്ടെ, നീ ആള് ശരിയല്ല. But if your thought is that it is the worship is done with the Sunday gathering, be sure that you are not right. എനിക്ക് നിങ്ങളോട് സ്നേഹമാണ്. I love you. പക്ഷെ അതിന്റെ അർത്ഥം നിങ്ങളുടെ തെറ്റിനെ ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നല്ല. But that doesn't mean that I'll compromise what I'm going to കാരണം teach. എന്നെ വിട്ടത് ദൈവമാണ്. Because it is God who has sent me. ലോകത്തിൽ എവിടെ പ്രസംഗിച്ചാലും എനിക്ക് ഒരുപോലെ മാത്രമേ ഉള്ളൂ. Wherever I preach the same. എന്റെ പ്രസംഗം നാളെ തീർന്നേക്കാം. My sermon may end tomorrow. ഒരുപക്ഷെ ഇന്ന് എന്റെ അവസാന പ്രസംഗമായിരിക്കാം. Maybe this is my last sermon. അതെന്റെ വിഷയമല്ല. That is not my topic. പക്ഷേ ഇന്ന് ദൈവം എന്നോട് പറയാൻ പറഞ്ഞത് പറയുക എന്നുള്ളത് എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. It is my responsibility to tell you what God has laid upon me. എനിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷേ എനിക്ക് നിങ്ങളോട് ആ ഭയമില്ല. I love you, but I do not fear you. കാരണം എന്നെ ഭയപ്പെടുവാൻ വിളിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം എന്നോട് പറയുന്നത് വിശ്വസ്തയോട് പറയട്ടെ, നീ ഞായറാഴ്ച മാത്രമാണ് വരുന്നതെങ്കിൽ നിന്റെ ജീവിതത്തെ നീ മാറ്റിക്കോണം. Because I feel that God who has called me, and in His name I am telling you that if you think that the worship ends on a Sunday morning, it is wrong. ഈ ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പുറകുറുപ്പാണ്. മർമ്മറെങ്കിൽ ഒന്നാമത്തെ PhD കൊടുക്കാന്ന്. We know that the children of Israel were very good at murmuring. അവർ ഒത്തിരി മത്സരിക്കുന്നുണ്ട്. They were also fighting against God. അവർക്ക് ദൈവത്തെ പറ്റി അറിയാവുന്നവരാ. They knew about God. അവർക്ക് പ്രമാണങ്ങളുണ്ട്. They had the laws. അവർക്ക് തന്നെയുമല്ല, അവർക്കെല്ലാ പിതാക്കന്മാർ, ഗോത്രപിതാക്കന്മാരുടെ അവരേതാണ്. They had their fathers. അവർക്ക് ദൈവത്തെ പറ്റിയുള്ള വെളിപ്പാട് കിട്ടിയിട്ടുണ്ട്. They had the revelation of God. പക്ഷേ അവരെ പോലെ മത്സരികൾ വേറെ ആരുമില്ല. But there was no people who contended with God as them. അവർ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞു. They killed the prophet. ശരിയായ പുരോഹിതന്മാരുടെ രക്തം യെരൂശലേമിന്റെ തെരുവീഥികളിൽ വീണ മണ്ണ് ചുവന്നിട്ടുണ്ട്. The land and the city of Jerusalem were red by the blood slain of the slain prophet. ദൈവപുത്രനെ പോലും കൊന്നുകളഞ്ഞു. They even killed the son of God. ദൈവം പിന്നെയും അവരോട് സംസാരിച്ചുകൊണ്ടേ. But God kept on speaking to them. അതിനെല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്. There is a limit to that. ഞാൻ ചോദിക്കട്ടെ, ദൈവസഭയുടെ യോഗത്തെ നീ ഉപേക്ഷയായിട്ട് വിചാരിക്കുന്നെങ്കിൽ ദൈവം നിന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് നീ വിചാരിക്കരുത്. ഒരു കാരണവശാലും ദൈവം നിനക്ക് അനുകൂലമായി വരികയില്ല. Let me tell you very clearly that if you willingly choose to dishonor and ignore the church, assembling of the church, God is not going to be with you. രണ്ട്, ശരിയായ റീസൺ ഇല്ലാതെ നീ താമസിച്ചു വരരുത്. നിനക്ക് ഒരാഴ്ചത്തെ സമയമുണ്ട്. ആ ഒരാഴ്ചത്തെ സമയം കൊണ്ട് എന്ത് ചെയ്തിട്ടായാലും ഈ സഭയുടെ ഏത് സഭയുമാകട്ടെ വിശുദ്ധ സഭായോഗത്തിന് മുൻപ് നിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം. And secondly, without a good reason, if you choose to come late, you better prepare ahead of time, even the previous day, for preparing yourself for coming to the church meeting. ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോയി പ്രസംഗം കേട്ടപ്പോൾ There was one brother who once he heard this message, he said that he is going to do something. എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ പറഞ്ഞു എന്നാണ്? I was very happy and asked him, what do you want to do? ഇനി ഒരിക്കലും ഞാൻ സഭയിൽ വരുന്നില്ല. And he said that I am not going to come to the church at all. അതിനുള്ള അടി വേറെയുണ്ട്. There is a different disciplining and punishment for that. അത് റിബല്ലിയസ് മെന്റാലിറ്റിയാണ്. That is the mentality of being in rebellion against God. പണ്ടൊരാൾ പറഞ്ഞത് കേട്ടോണ്ടല്ലോ കുഴപ്പം, അതുകൊണ്ട് ഞാൻ ബൈബിൾ സ്റ്റഡിക്ക് വരുന്നില്ല. He said that only if I hear this is a problem, I'll stop going to the Bible study. അതിന്റെ പണിഷ്മെന്റ് വേറെയുണ്ട്. There's a different punishment for that. See, ദൈവം നമ്മളോട് സ്നേഹത്തോടെ പറയുന്നത് താഴ്മയോടെ നാം കേൾക്കണം. God, when He speaks to us lovingly, we should hear that humbly. ദൈവത്തിന് നമ്മുടെ സിറ്റുവേഷൻസ് നാം അറേഞ്ച് ചെയ്യണം, അല്ലാതെ ദൈവത്തെ നമ്മുടെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ ആരും ശ്രദ്ധിക്കരുത്. We should arrange and order our lives according to what God teaches us, not bring Him in accordance to how we live. ആരുടെയും കുറ്റമല്ല പറഞ്ഞത്, ഉള്ള സത്യം പറഞ്ഞത്. I'm not blaming anyone, but what I'm telling is the truth. അതുകൊണ്ട് ഇന്ന് വീണ്ടും ഞാൻ പറയട്ടെ, മോശ പറഞ്ഞതുപോലെ പറയട്ടെ, ദൈവം മോശയോട് പറഞ്ഞു, നീ അവനോട് വീണ്ടും പറയണം, ഞാൻ വീണ്ടും
just as God told Moses to speak, tell the children of Israel again, I want to tell you again, do not forsake the assembling of the saints. അതിന്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത സെഷനിൽ തുടരുന്നതാണ്.